നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് ഇവർക്കും സ്വാഗതം. ഞാൻ സൂര്യശ്രീ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ചെങ്കടലിലെ ബാബ് അൽ മന്ദേബ് കടലിടുക്കിൽ ഹൂതികൾ ചരക്ക് കപ്പൽ ആക്രമിച്ചു. 6 പേർ കൊല്ലപ്പെട്ടു. ഹോർമുസ് തുറക്കണമെങ്കിൽ അമേരിക്ക ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്ന് ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി. ഇറാൻ വഞ്ചകരായ വിലപേശലുകാരാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫെബ്രുവരി 28-ന് ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഹൂതികളുടെ കപ്പലാക്രമണത്തിൽ ഇതാദ്യമായാണ് 6 പേർ കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെട്ട നാവികരിൽ 3 പേർ പാകിസ്ഥാനികളും ഒരാൾ ഇന്തോനേഷ്യക്കാരനുമാണ്. രക്ഷാദൌത്യത്തിനെത്തിയ യമനി സൈനികനാണ് കൊല്ലപ്പെട്ട മറ്റു 2 പേർ. ഈജിപ്തിന്റെ ഉടമസ്ഥതയിലുള്ള തിഹാമ എന്ന ചരക്കുകപ്പലാണ് ഹൂതികൾ ചെങ്കടലിൽ ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സൈനിക ഉപകരണങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന സൗദി കപ്പലിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നായിരുന്നു ഹൂതികൾ വിശദീകരിച്ചത്. ഇറാനെതിരായ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച പനാമ പതാകയുള്ള ചരക്ക് കപ്പൽ ആക്രമിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമുസ് തുറക്കണമെങ്കിൽ മരവിപ്പിച്ച ആസ്തികൾ അമേരിക്ക വിട്ടുനൽകണമെന്ന് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി ആവശ്യപ്പെട്ടു. മരവിപ്പിച്ച ആസ്തികളുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്നും താനാണ് അവരുടെ ബാങ്കറെന്നും ട്രംപിന്റെ മറുപടി. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ പാളിയതോടെ മധ്യസ്ഥ ശ്രമങ്ങൾക്കായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി. അതിനിടെ തെക്കൻ ലബനോണിലേക്ക് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. 8ാം റൌണ്ട് ലബനോൺ ഇസ്രായേൽ ചർച്ച സെപ്റ്റംബർ ആദ്യവാരം റോമിൽ നടക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. സൗദി അറേബ്യയിൽ സംഭാവന സമാഹരണത്തിനും ചാരിറ്റി പരസ്യങ്ങൾക്കും കർശന നിയന്ത്രണങ്ങളുമായി പുതിയ നിയമം വരുന്നു. സംഭാവന പരസ്യങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കുന്നതും പ്രതിഫലം ഉറപ്പു നൽകുന്ന വാചകങ്ങൾ ഉപയോഗിക്കുന്നതും പൂർണ്ണമായും നിരോധിക്കും. നാഷണൽ സെന്റർ ഫോർ നോൺ പ്രോഫിറ്റ് സെക്ടർ തയ്യാറാക്കിയ ഈ പുതിയ ചട്ടങ്ങളിൽ സെപ്റ്റംബർ 10 വരെ അഭിപ്രായമറിയിക്കും. സംഭാവന സമാഹരണ പരസ്യങ്ങളിൽ കുട്ടികളെ ഉൾപ്പെടുത്തുന്നതിനും വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നതിനും വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് സൗദിയിൽ പുതിയ നിയമം വരുന്നത്. നോൺ പ്രോഫിറ്റ് മേഖലയുടെ വിശ്വസനീയത ഉയർത്താനും സുതാര്യത ഉറപ്പാക്കാനുമാണ് ഈ നടപടി. ഇതിനായി 18 വകുപ്പുകൾ അടങ്ങിയ പുതിയ ചട്ടങ്ങളുടെ കരട് പുറത്തിറക്കി. പുതിയ ചട്ടപ്രകാരം ചാരിറ്റി പരസ്യങ്ങളിൽ തബറ അമാൻ സേവനത്തിന്റെ QR കോഡ് വ്യക്തമായി പതിച്ചിരിക്കണം. ഇതുവഴി ലൈസൻസിന്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താം. നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കും മേഖലകൾക്കും മാത്രമായിരിക്കും ഫണ്ട് ശേഖരണത്തിന് അനുമതി നൽകുക. പണം പിരിക്കുന്നതിനായി ഹറമുകളുടെയോ വിശുദ്ധ ചിഹ്നങ്ങളുടെയോ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സഹായം സ്വീകരിക്കുന്നവരുടെ മാന്യത കെടുത്തുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങൾക്കും നിരോധനമുണ്ട്. സന്ദേശങ്ങൾ അയച്ച് പണം അഭ്യർത്ഥിക്കുന്നതിന് വ്യക്തികളുടെ അനുമതി നിർബന്ധമാണ്. ശേഖരിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് കമ്മീഷൻ നൽകുന്ന രീതിയും ഒഴിവാക്കി. പകരം നിശ്ചിത തുക മാത്രമേ നൽകാവൂ. നിയമങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പിഴവുകൾ തിരുത്താൻ 30 ദിവസത്തെ സമയം നൽകും. സെപ്റ്റംബർ 10 വരെ പൊതുജനങ്ങൾക്ക് ഈ നിർദ്ദേശങ്ങളിൽ അഭിപ്രായം അറിയിക്കാനുള്ള അവസരമുണ്ട്. ജലീൽ കണമംഗലം, 24, ജിദ്ദ. സൗദി അറേബ്യയിലെ കോൺട്രാക്ടിംഗ് മേഖലയിൽ സ്വദേശികളുടെ പങ്കാളിത്തത്തിൽ വലിയ വർധന രേഖപ്പെടുത്തി. 2025 അവസാനത്തോടെ 5.82 ലക്ഷം സൗദി പൌരന്മാരാണ് ഈ മേഖലയിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് രംഗത്ത് മാത്രം 32,000-ഓളം സൗദികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൗദി നിർമ്മാണ മേഖലയിൽ 5.82 ലക്ഷം സ്വദേശികൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് സൗദി അതോറിറ്റി ഫോർ കോൺട്രാക്ടേഴ്സിന്റെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിൽ 3.28 ലക്ഷത്തിലധികം ആളുകൾ പ്രവർത്തിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോജിസ്റ്റിക്സ് തസ്തികകളിലാണ്. സാങ്കേതിക മേഖലയിൽ 1.49 ലക്ഷം പേരും സാധാരണ തൊഴിലാളികളായി 38,700 പേരും സേവനം ചെയ്യുന്നു. 31,700 സൗദി എഞ്ചിനീയർമാർ ഈ മേഖലയിൽ സജീവമാണ്. മറ്റു തസ്തികകളിൽ 34,000-ലധികം പേരും ജോലി ചെയ്യുന്നു. 2025-ൽ സൗദിയിലെ കോൺട്രാക്ടിംഗ് സ്ഥാപനങ്ങളുടെ എണ്ണം 3.65 ലക്ഷമായി ഉയർന്നു. 2024-നെ അപേക്ഷിച്ച് 29.6% വളർച്ചയാണ് കമ്പനികളുടെ എണ്ണത്തിലുണ്ടായത്. 12.5% ചെറുകിട സ്ഥാപനങ്ങളും 2.34% ഇടത്തരം സ്ഥാപനങ്ങളുമാണ്. വൻകിട കമ്പനികൾ 0.26% മാത്രമാണുള്ളത്. സ്വദേശി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ പുതിയ പരിശീലന പരിപാടികൾ നടക്കുന്നുണ്ട്. മദീന ചേംബറുമായും മുൻഷാഅത്ത് സ്ഥാപനങ്ങളുമായും സഹകരിച്ചാണ് നിർമ്മാണ അതോറിറ്റി സൗദികൾക്ക് പരിശീലനം നൽകുന്നത്. 24, ജിദ്ദ.
ഇന്ത്യക്കാർക്ക് സൗജന്യ സന്ദർശക വിസ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ടൂറിസ്റ്റ് പാക്കേജിലുള്ള ട്രാവൽ പാർട്ട്ണർമാരെ പ്രഖ്യാപിച്ച് അബുദാബി. 11 ട്രാവൽ പാർട്ട്നേഴ്സിന് വഴി വിസയെടുക്കാം. സന്ദർശക വിസയുടെ മുഴുവൻ ചിലവും അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ് വഹിക്കും. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യക്കാർക്ക് സൗജന്യ സന്ദർശക വിസ ഏർപ്പെടുത്തുന്നതായി അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ചത്. അംഗീകൃത ട്രാവൽ പാർട്ട്ണർമാർ വഴി അപേക്ഷിക്കുന്നവർക്കാണ് സൗജന്യ വിസ ലഭിക്കുക. 11 അംഗീകൃത ട്രാവൽ പാർട്ട്നേഴ്സിന്റെ പട്ടിക ഇന്ന് പുറത്തുവിട്ടു. മേക്ക് മൈ ട്രിപ്പ്, തോമസ് കുക്ക് ആൻഡ് SOTC, ട്രിലോഫീലിയ, അക്ബർ ഹോളിഡേയ്സ് എന്നിങ്ങനെ നീളുന്നതാണ് പട്ടിക. സൗജന്യ വിസ ലഭിക്കുന്നതിന് യാത്രക്കാർ ഈ 11 ട്രാവൽ പാർട്ട്നേഴ്സിൽ നിന്ന് തന്നെ വിസയ്ക്ക് അപേക്ഷിക്കണം. യോഗ്യരായ യാത്രക്കാർക്ക് 30 ദിവസത്തെ UAE ടൂറിസ്റ്റ് വിസ ലഭിക്കും. 20,000 വിസ വരെയാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുക. ഒക്ടോബർ 31 വരെയാണ് നിലവിൽ ഈ ഓഫർ ലഭ്യമായിട്ടുള്ളത്. യാത്ര ഈ ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. ഒരു കുടുംബത്തിൽ നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും സൗജന്യ വിസ നേടാം. അബുദാബിയിൽ കുറഞ്ഞത് 3 രാത്രി താമസിക്കണമെന്ന നിബന്ധനയുണ്ട്. UAE എമിഗ്രേഷൻ അധികൃതർ നിർണ്ണയിക്കുന്ന സ്റ്റാൻഡേർഡ് വിസ പ്രോസസ്സിംഗ് സമയക്രമങ്ങൾ അനുസരിച്ചായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. 24 ദുബായ്. അവയവദാനത്തിൽ രാജ്യം ഗൾഫ് മേഖലയിൽ ഒന്നാമതെത്തിയതായി UAE ആരോഗ്യമന്ത്രി അഹമ്മദ് അലി അൽ സയേഖ്. അവയവദാനത്തിൽ ജനങ്ങൾക്കുള്ള അവബോധം വളർന്നു. അവയമാറ്റ ശസ്ത്രക്രിയയിലും UAE മികവ് പുലർത്തുന്നുണ്ട്. ലോക അവയവദാന ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രതികരണത്തിലാണ് ആരോഗ്യ പ്രതിരോധ മന്ത്രി അഹമ്മദ് അലി അൽ സയേഖ് മേഖലയിലെ UAEയുടെ മികവ് വ്യക്തമാക്കിയത്. UAEയിൽ 39,000-ലധികം ആളുകൾ അവയവദാതാക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ ദേശീയ അവയവദാന പരിപാടിക്ക് കീഴിൽ 1195 അവയവമാറ്റമാണ് നടന്നിട്ടുള്ളത്. അവയവ മാറ്റിവെക്കൽ സംവിധാനത്തിൽ പൊതുജന അവബോധവും ആത്മവിശ്വാസവും വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ കാണിക്കുന്നുവെന്ന് അഹമ്മദ് അലി അൽ സയേഖ് പറഞ്ഞു. അവയവദാതാക്കളുടെ എണ്ണത്തിലും അവയവം മാറ്റിവെക്കൽ പ്രക്രിയകളിലും വളർച്ചയുടെ കാര്യത്തിൽ UAE ഇപ്പോൾ GCCയിൽ 1ാം സ്ഥാനത്താണെന്ന് മന്ത്രി പറയുന്നു. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊന്നായി UAEയുടെ ഹയാത്ത് മാറി. നവീകരണം, സുസ്ഥിരത, ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ വിന്യാസം എന്നിവയിൽ അധിഷ്ഠിതമായി ലോകത്തെ മുൻനിര ആരോഗ്യ സംരക്ഷണ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് UAEയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവയവദാനം കരുണയുടെയും മാനുഷിക ഐക്യദാർഢ്യത്തിന്റെയും മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും കൂടുതൽ പേർ പങ്കാളികളാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവയവ കച്ചവടം തടയാൻ ശക്തമായ നടപടികളാണ് UAE പാലിക്കുന്നത്. 24 ദുബായ്. രാജ്യത്തിന്റെ വികസനത്തിന് യുവാക്കൾ നൽകുന്ന സംഭാവനകളെ പ്രശംസിച്ച UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹം ആശംസാക്കുറിപ്പ് പങ്കുവച്ചത്. രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾ വഹിക്കുന്ന നിർണായക പങ്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകത്തിന്റെ പുരോഗതിയിലും സമൃദ്ധിയിലും ഒരു സുസ്ഥിര നിക്ഷേപം എന്ന നിലയിൽ യുവാക്കളെ ശാക്തീകരിക്കുന്നത് UAE തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UAEയിലെ യുവജനങ്ങളിൽ രാജ്യത്തിന് അടിയുറച്ച വിശ്വാസമുണ്ടെന്നും ഷെയ്ഖ് മുഹമ്മദ് ആവർത്തിച്ചു. അബുദാബിയിലെ മുഷ്രിഫ് മാളിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിച്ച UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റിനെ സ്വീകരിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭക്ഷ്യസുരക്ഷയും വിപണിയിലെ സ്ഥിരതയും ഉറപ്പാക്കാൻ സഹകരിക്കുകയും ചെയ്ത ലുലു ഗ്രൂപ്പിന്റെ നേതൃത്വത്തെയും ജീവനക്കാരെയും അദ്ദേഹം അഭിനന്ദിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയില്ലാതെയായിരുന്നു ഷെയ്ഖിന്റെ സന്ദർശനം. 50 മിനിറ്റോളം മാളിൽ തങ്ങിയ അദ്ദേഹം ഉപഭോക്താക്കളോടും സംസാരിച്ചു. ഗസയിൽ ഓപ്പറേഷൻ ഷിവറൽസ് നൈറ്റ് 3യുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന UAEയുടെ മൊബൈൽ മെഡിക്കൽ ക്ലിനിക്കിലൂടെ ആരോഗ്യ സേവനങ്ങൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ആരോഗ്യ സേവനങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ, രോഗികൾ, വയോധികർ, കുട്ടികൾ, കുടുംബങ്ങൾ എന്നിവരിലേക്ക് ക്ലിനിക്കിന്റെ സേവനങ്ങൾ എത്തിക്കും. മരുന്ന് വിതരണം ചെയ്യുന്നതിനോടൊപ്പം രോഗികൾക്ക് ആവശ്യമായ പരിചരണം ലഭിക്കുന്നുണ്ടെന്നും മെഡിക്കൽ സംഘം ഉറപ്പാക്കും. ഗസയിലെ ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ഓപ്പറേഷൻ ഷിവൽറസ് നൈറ്റ് 3യുടെ കീഴിൽ നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതികളുടെ ഭാഗമാണ് മൊബൈൽ ക്ലിനിക്. കൂടുതൽ ആളുകളിലേക്ക് സേവനം എത്തിക്കുന്നതിനായി ഗസ മുനമ്പിലുടനീളമുള്ള ഫീൽഡ് സന്ദർശനങ്ങൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി.
ഓൺലൈനിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി അബുദാബി കസ്റ്റംസ്. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് അതോറിറ്റി നിർദ്ദേശം നൽകി. വ്യാജ മൊബൈൽ ഇൻസ്റ്റാൾമെന്റ് പരസ്യങ്ങൾക്കെതിരെ UAE ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നതിനും പണം മോഷ്ടിക്കുന്നതും ലക്ഷ്യമിട്ട് തട്ടിപ്പുകാർ പ്രചരിപ്പിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ അബുദാബി കസ്റ്റംസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഒഫീഷ്യൽ കസ്റ്റംസ് ഹോൾഡ് നോട്ടീസ്, കസ്റ്റംസ് താരിഫ് ക്ലാസിഫിക്കേഷൻ റിക്വയർഡ് എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്ന മെസ്സേജുകൾക്കെതിരെയാണ് മുന്നറിയിപ്പ്. ഈ സന്ദേശങ്ങൾ ലഭിക്കുന്നവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ മറുപടി നൽകാനോ പാടില്ല. മെസ്സേജ് ലഭിക്കുന്നവർ 800555 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. സ്വകാര്യ ഡാറ്റയോ സെൻസിറ്റീവ് വിവരങ്ങളോ പങ്കിടരുതെന്നും എന്തെങ്കിലും പ്രതികരണം നടത്തുന്നതിനും പണമടയ്ക്കുന്നതിനും മുൻപ് സന്ദേശത്തിന്റെ ഉറവിടം പരിശോധിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിലെ വ്യാജ മൊബൈൽ ഫോൺ ഇൻസ്റ്റാൾമെന്റ് പരസ്യത്തിനെതിരെ UAE ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. ബാങ്കിംഗ് വിവരങ്ങളും പണവും മോഷ്ടിക്കാൻ തട്ടിപ്പുകാർ ഈ ഓഫറുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഓൺലൈൻ പ്രൊമോഷനുകൾ വഴിയാണ് തട്ടിപ്പുകാർ ഇരകളെ വീഴ്ത്തുന്നത്. വേഗത്തിൽ പണമടയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. അംഗീകൃത സൈറ്റുകളിൽ നിന്നും ആപ്ലിക്കേഷനുകളിൽ നിന്നും മാത്രം ഓൺലൈൻ പർച്ചേസ് നടത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. 24 ദുബായ്. കുവൈറ്റിൽ ജാബർ മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. കമ്പൈൻ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ റാത്ത് ഖലഫ് അൽ അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപാഠി, UAE അംബാസിഡർ ഡോക്ടർ മതാർ ഹമീദ് അൽ നയാദി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ലുലു CEO സൈഫി രൂപവാല, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആനന്ദ് റാം, ലുലു കുവൈറ്റ് ഡയറക്ടർ ശ്രീജിത്ത് KS, റീജിയണൽ ഡയറക്ടർ സക്കീർ ഹുസൈൻ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലടക്കം ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്നും ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി MA അറിയിച്ചു. ഇത് ഞങ്ങളുടെ 19ാമത്തെ പ്രൊജക്റ്റാണ്. കുവൈറ്റിലെ 5 അപ്കമിങ് പ്രൊജക്റ്റ് ഉണ്ട്. ഈ 5 പ്രൊജക്റ്റ് വിത്തിൻ 8 മന്ത്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അതുകൂടാതെ ഇവിടെ ഏറ്റവും വലിയൊരു ലോജിസ്റ്റിക് സെൻറ്റർ ഷദാദിയയിൽ ഞങ്ങൾ പണി ആരംഭിച്ചിരിക്കുകയാണ്. ഇത് 90,600 സ്ക്വയർ ഫീറ്റാണ്. ജാബർ മാൾ, ജാബർ അൽ അഹമ്മദ്. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം 300 അടിയിലേക്ക് താഴ്ന്നു പറന്നതിൽ ഒളിച്ചു കളിച്ച എയർ ഇന്ത്യ വിമാനത്തിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലഭിച്ചെന്ന മെയിന്റനൻസ് റിപ്പോർട്ട്. 3 ഹൈഡ്രോളിക് സംവിധാനങ്ങളിലും കുറഞ്ഞ മർദ്ദ മുന്നറിയിപ്പ് രേഖപ്പെടുത്തി. 2 റിസർവോയറുകളിലെ ദ്രാവക നിലയും കുറഞ്ഞിരുന്നു. ഓട്ടോ പൈലറ്റ് വിച്ഛേദിക്കപ്പെട്ടെന്നും റിപ്പോർട്ട്. ആകാശച്ചുഴിയാണ് വിമാനം 300 അടി താഴ്ചയിലേക്ക് എത്താൻ കാരണമെന്ന് എയർ ഇന്ത്യയുടെ ആദ്യ വിശദീകരണമുണ്ടായിരുന്നു. പൈലറ്റ് ഇൻ കമാൻഡ് ഉറക്കക്കുറവിന് ഗുളിക കഴിച്ചിരുന്നെന്ന് പൈലറ്റ് AAIBക്ക് മൊഴി നൽകി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എല്ലാവരും വീടുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി. 80ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായാണ് ഹർ ഘർ തിരംഗ ക്യാമ്പയിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ചിട്ടും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചർച്ചയല്ല, അമിത്ഷായുടെ പ്രസ്താവനയാണ് വേണ്ടതെന്ന നിലപാടിൽ ഉറച്ച പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം തുടർന്നു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറായാൽ സമ്മേളനം നീട്ടാമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെ FCRA ബിൽ കേന്ദ്രം JPCക്ക് വിട്ടു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെയാണ് ചർച്ചയ്ക്ക് തയ്യാറെന്ന പ്രതികരണവുമായി അമിത്ഷാ എത്തിയത്. ഇക്കാര്യം അറിയിച്ച് ലോക്സഭാ സ്പീക്കർക്ക് കത്തും നൽകി. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുമെന്ന് അമിത്ഷാ അറിയിച്ചു. नीट आंदोलन के छात्र प्रदर्शन पर सभी प्रकार की चर्चा करने के लिए सरकार तैयार है और चर्चा के लिए समय सुनिश्चित किया जाए और विपक्ष तैयार हो जाए. തുടർച്ചയായ 17ാം ദിവസവും ആഭ്യന്തരമന്ത്രി എത്താതിരുന്നതോടെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചു. അമിത്ഷായ്ക്ക് സഭയിലെത്താൻ ധൈര്യമില്ലെന്ന് രാഹുൽ ഗാന്ധി. We are not interested in listening to Mr. Amit Shah's imagination. We are not interested in him giving us a lecture or a discussion. പ്രതിപക്ഷമാണ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ഇത്രയും സഹകരണമില്ലാത്ത പ്രതിപക്ഷത്തെ കണ്ടിട്ടില്ലെന്ന് മന്ത്രി കിരൺ റിജിജു. There is not a single provision in the proposed FCRA targeting any minority institution. There is a campaign to mislead certain communities
minorities, I take full responsibility to ensure that not a single provision is against any minority community. FCRA ബിൽ 31-അംഗ JPCക്ക് വിടാനുള്ള പ്രമേയം അവതരിപ്പിച്ചത് അമിത്ഷായ്ക്ക് പകരം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ശബ്ദവോട്ടോടെ ബിൽ JPCക്ക് വിട്ടു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ബിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. Government is trying to target the minorities and NGOs. The government should withdraw this. The government should withdraw this bill. We demand for withdrawal. ബില്ല് പിൻവലിക്കണമെന്നാണ് ആവശ്യമെന്നും എന്നാൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടതിൽ ഭാഗിക സന്തോഷമെന്നും CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ പ്രതികരിച്ചു. 24 ഡൽഹി. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ നടന്ന തട്ടിപ്പിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദങ്ങൾ പൊളിച്ച ഇമെയിൽ രേഖകൾ പുറത്ത്. വകുപ്പ് സെക്രട്ടറി പോലും അറിയാതെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി മന്ത്രി നേരിട്ട് നിരവധി തവണ ആശയവിനിമയം നടത്തി. കരാർ റദ്ദാക്കിയ ശേഷം അയച്ച ഇമെയിലിൽ സർക്കാരിനെ മുൻനിർത്തിയാണ് കരാർ ഉണ്ടാക്കിയതെന്നാണ് വി അബ്ദുറഹ്മാന്റെ വാദം. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമഗ്ര അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിലാണ് കരാറെന്നും സർക്കാർ തലത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്നുമായിരുന്നു ഇന്നലെ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണം. എന്നാൽ ആശയവിനിമയം നടത്തിയത് കായിക വകുപ്പല്ല, മന്ത്രി നേരിട്ടെന്ന് തെളിയിക്കുന്ന രേഖകളാണ് 24-ന് ലഭിച്ചത്. വകുപ്പ് സെക്രട്ടറിക്കോ ഡയറക്ടർക്കോ കോപ്പി പോലും വയ്ക്കാതെ അബ്ദുറഹ്മാൻ നേരിട്ട് പലതവണ ആശയവിനിമയം നടത്തി. ഇമെയിൽ CC വെച്ചത് അമീറ ആയിഷ ബീഗം എന്ന വ്യക്തിക്ക് മാത്രമാണ്. കരാർ റദ്ദായതിനു ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് മുൻ കായിക മന്ത്രി അയച്ച ഇമെയിലിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇത് സ്പോൺസറുമായുള്ള ഒരു വാണിജ്യ കരാർ മാത്രമല്ല, സർക്കാർ തലത്തിലെ കരാറാണെന്നും 130 കോടി ജനങ്ങളുടെ വിശ്വാസം അതിലുണ്ടെന്നും മുൻ മന്ത്രി പറയുന്നു. സർക്കാരിന്റെ ശക്തമായ പ്രതിഷേധം കൂടി വി അബ്ദുറഹ്മാൻ അറിയിക്കുന്നുണ്ട്. മുൻ മന്ത്രിയുടെ വാദങ്ങളെ തള്ളി കായിക മന്ത്രി OJ ജനീഷ്. നിയമപരമായ ബാധ്യതയുണ്ട്, ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ആ ബാധ്യതകളൊക്കെ തന്നെ സർക്കാരിന്റെ തലയിലേക്ക് കൊണ്ട് കെട്ടിവെക്കുന്ന ഒരു നടപടി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. 2 തവണ കരാർ ലംഘിച്ചത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മറുപടിയിൽ പറയുന്നു. 3 തവണ കരാറിൽ ഏർപ്പെട്ടിട്ടും ബാക്കി തുക നൽകാത്തതാണ് കാരണം. സ്പോൺസർ തുടർച്ചയായി വീഴ്ച വരുത്തിയെന്നും വിശ്വാസവഞ്ചന നടത്തിയെന്നുമാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ വിശദീകരണം. 24 കൊച്ചി. കലൂർ സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവൃത്തികളിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങി കോൺഗ്രസ്. പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണമില്ലെങ്കിൽ നിയമ നടപടിയെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് MLA പറഞ്ഞു. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.